കല്ല് പോണേന് കിടന്ന് കരയുന്ന മമ്മൂസ്. കല്ലു നോക്കിയിരിക്കുന്നു. കല്ലു കത്തറിയ പോണ. കല്ലു കരയണ്ടെന്ന് പറയും മമ്മൂനോട്. കല്ലു ദേ കരയണു അവിടെ കിടന്നിട്ട്. കരയ് കരയ് കരയ്. കല്ലുന്റെ മമ്മു കരയണടാ. കരയണ്ടാന്ന് പറയ്. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞാനും കല്ലും കൂടി കല്ലിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്, ഖത്തറിലേക്ക്. ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് രാവിലെ തന്നെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്ലും കല്ലിൻ്റെ അമ്മാമ്മയും അച്ഛനും. അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ ഒതുക്കി ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൃത്യം 11 മണിക്ക് തന്നെ പുറപ്പെട്ടു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ഫ്ലൈറ്റ്. 4:30-ക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. കല്ലിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലോങ് ജേണി, അതും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കല്ലൊഴികെ എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു കേട്ടോ. കല്ലിനെ പിരിയണതിൻ്റെ സങ്കടമാണ് എല്ലാവർക്കും. കല്ലുവിൻ്റെ അച്ഛനെ കാണുന്നതിൻ്റെ സന്തോഷമാണോ എന്നറിയില്ല, മുഖത്ത് വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കല്ലുവിൻ്റെ അച്ചാച്ചനും അമ്മാമ്മയും മാമനും മേമയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ കല്ലുവിൻ്റെ ഉറക്കത്തിൻ്റെ ടൈമിൽ ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, കാറിൽ കയറിയപ്പോൾ തന്നെ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ആദ്യമായി ഫ്ലൈറ്റിൽ കയറുമ്പോൾ കല്ല് എങ്ങനെയാവുന്നുള്ള ടെൻഷനായിരുന്നു മൊത്തം ജേണിയിൽ എനിക്ക് കേട്ടോ. ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന സന്തോഷം അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ 1:30 കൊച്ചിൻ എയർപോർട്ടിലെത്തി കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി, എയർപോർട്ട് കണ്ട് കല്ല് ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവരും വിട്ടു പോകുമ്പോൾ അവൾ കരയുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. എയർപോർട്ടിൽ ആനയുടെ പ്രതിമ കണ്ടിട്ട് അതിനോട് കളിച്ചും ചിരിച്ചൊക്കെ ആൾ ഭയങ്കര ഹാപ്പി നടക്കുമായിരുന്നു. ചെക്കിനും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ. ആ ടൈമിൽ ഓറഞ്ചൊക്കെ കൊടുത്തിട്ടാണ് ആളെ സെറ്റ് ചെയ്തൊന്ന് ഇരുത്തിയത്. എന്തായാലും എയർപോർട്ട് കക്ഷിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്ന് സമയം പോയതറിഞ്ഞില്ല. താഴെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റൊക്കെ നോക്കി ആൾ നല്ല ഉഷാറായിട്ട് കളിക്കുകയായിരുന്നു. പ്ലെയിനിൽ കയറാനൊക്കെ ആൾ നല്ല ഉഷാറായിരുന്നു. പക്ഷേ പ്ലെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി, ആകെ കരച്ചിലായിരുന്നു. എന്നാലും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും ആൾ ഉറങ്ങി. പിന്നെ 3 hours കണ്ടിന്യൂസ് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ.
ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അവൾക്ക് തീരെ ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. അവൾക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. അങ്ങനെ 4.5 മണിക്കൂർ ജേണി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കല്ലുൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്, ഖത്തറിൽ എത്തിയിരിക്കുകയാണ്. ഖത്തറിൽ എത്തിയ ആ ടൈം മുതൽ പിന്നീട് അങ്ങോട്ട് നല്ല വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ കണ്ട് ആളെ ഹാപ്പി ആവുന്ന മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു.